ബീഹാറിലെ ബെഗുസാരായിൽ വീട് ആക്രമിച്ചു കയറിയ അഞ്ചംഗ സംഘം വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പീഡനത്തിന് ഇരയായ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെടിയുണ്ട, കല്ല്, മരക്കഷ്ണം എന്നിവ കണ്ടെത്തിയിരുന്നു. ജൂൺ 11 രാത്രി ചാക്കിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. രാത്രി 11:30 ശുചിമുറിയിൽ പോയ സമയത്താണ് അക്രമികൾ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ഭർത്താവിനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയി വിജനമായ സ്ഥലത്തെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമികൾ ബ്ലേഡ് ഉപയോഗിച്ച് യുവതിയുടെ നെഞ്ചിലും മുറിവേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഭർത്താവിനെ ബന്ധുക്കൾ മോചിപ്പിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ആദ്യം ബൗറാണി ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് സദർ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അവിടെ ചികിത്സ നൽകി. എന്നാൽ തുടർച്ചയായി ശരീരഭാഗങ്ങളിൽ വേദനയുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഡനത്തിനിടയിലുണ്ടായ പരിക്കുകൾ മൂലമാണ് വേദനയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തുടർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വേദന അസഹനീയമായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സദർ ആശുപത്രിയിലെത്തി. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് വെടിയുണ്ട അടക്കമുള്ള സാധനങ്ങൾ പുറത്തെടുത്തത്. അബോധാവസ്ഥയിലായതിനാൽ ഇതൊന്നും അറിഞ്ഞില്ല, യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. 3 മാസം മുമ്പ് ഇതേ വീട് ആക്രമിച്ചു കയറിയ 3 അംഗ സംഘം തന്നെ മർദ്ദിക്കുകയും പണവും സ്വർണ്ണാഭരണങ്ങളും കവരുകയും ചെയ്തിരുന്നുവെന്ന് യുവതി പറയുന്നുണ്ട്. അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. എന്തായാലും സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DSP ആനന്ദ് കുമാർ പാണ്ഡെ അറിയിച്ചു. യുവതിയുടെ മൊഴിയിൽ കഴമ്പുണ്ടെന്നും ഇത്തരത്തിൽ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും പരാതി നൽകിയപ്പോൾ നടപടിയെടുക്കാതിരുന്ന പോലീസുകാർക്കെതിരെ വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ക്രൂരമായ പീഡനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. യുവതി പുറത്തിറങ്ങിയ സമയത്ത് തന്നെയാണ് ഇവർ മൂവരും ചേർന്ന് അകത്തേക്ക് കയറിയതും ഇത്തരത്തിൽ ഭർത്താവിനെ കെട്ടിയിട്ടതും. തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് വാഹനം നിർത്തിയതും യുവതിയെ വലിച്ചിറക്കിയതും. അവിടെ വെച്ചാണ് ബലാത്സംഗം ചെയ്തത്. ഭർത്താവിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. നിലവിളിച്ചെങ്കിലും ആരും കേട്ടിരുന്നില്ല. അതേസമയം ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ തന്നെ ആരും കടന്നു വരുന്ന ഒരു സ്ഥലവുമായിരുന്നില്ല. എന്തായാലും യുവതിയെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ഭർത്താവും വീട്ടുകാരും ഒക്കെ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഇത്തരത്തിൽ അബോധാവസ്ഥയിലായ യുവതിയെ കണ്ടെത്തിയതും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതും. അവിടെ വെച്ചാണ് ക്രൂരമായ ബലാത്സംഗമാണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേസമയം നേരത്തെയും ഇത്തരത്തിൽ ഇവർക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതി വേണ്ട രീതിയിൽ അന്വേഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവർ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു.